ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 1 kg വരുന്ന ഒരു പിസ്ത കേക്കിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ആ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ചെയ്തിട്ടുള്ളത് കലണ്ടർ തീമിലാണ്. ബിഗിനേഴ്സിന് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താമസിയാതെ തന്നെ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കേക്കിന് ആവശ്യമായിട്ടുള്ളത് പിസ്തയാണ്. അപ്പോൾ ഞാൻ പിസ്ത ഒരു 20 ഗ്രാം പിസ്ത എടുത്തിട്ടുണ്ട്. ഏകദേശം നമ്പർ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 30 മുതൽ 32 എണ്ണം ഉണ്ടാവും. അപ്പോൾ അത് നന്നായിട്ട് ഞാനൊരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചോപ്പർ ഇല്ലാത്തവർക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറെ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസും 1/4 കപ്പ് സാധാരണ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ എടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 1 കപ്പ് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലതുപോലെ ഫ്ലഫി ആകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ മുട്ടയുടെ യെല്ലോ ഷെയ്ഡെല്ലാം മാറി നല്ല വൈറ്റ് ഷെയ്ഡ് ഇതുപോലെ ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്ക് നല്ല ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പിസ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് പിസ്ത ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാൻ ടൈഗറിൻ്റെ പിസ്ത എലാച്ചിയുടെ ആ ഒരു മിക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു കപ്പിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പിസ്ത മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 10-12 ഡ്രോപ്സ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പിസ്ത ഈ ഒരു ഫ്ലോറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. അല്ലാതെ ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ ആ ഒരു പിസ്ത എല്ലാം കൂടിയിട്ട് കേക്കിൻ്റെ അടിഭാഗത്തായിട്ട് വന്ന് കൂടും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഇങ്ങനെ ഫ്ലോറിൽ കോട്ട് ചെയ്തിട്ട് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഈ ഒരു ബാറ്ററിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ബീറ്റർ യൂസ് ചെയ്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സ്പാച്ചിൽ വെച്ചിട്ട് നല്ലതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ആ പാലിൻ്റെ മിക്സറും കൂടിയിട്ട് ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ലാസ്റ്റ് ബാച്ചും ചേർത്തിട്ട് ആ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യണം. ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ കേക്കിന് നല്ല ഹൈറ്റും കിട്ടുള്ളൂ, അതുപോലെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ചേർത്ത എസൻസ് കുറച്ച് കുറവായതുകൊണ്ട് കുറച്ചും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്, കണ്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ഓൾറെഡി ഒരു 7.5 ഇഞ്ച് വരുന്ന ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ബാറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഓവൻ 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് മോർഫിയുടെ 60 ലിറ്ററിൻ്റെ ഓവനാണ്. നിങ്ങൾ ഏത് ഓവനാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ടെമ്പറേച്ചറും ടൈമും അനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്, കണ്ടോ. ഞാനത് 3 ലേയേഴ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല തണുത്തതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, കണ്ടോ. നല്ല സോഫ്റ്റ് സ്പഞ്ചാണ്. ഞാനത് 3 ലെയറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ലെയറിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ലെയർ കൊടുക്കേണ്ട ക്രീം മാത്രമാണ് ഞാനിപ്പോൾ ഒരു ബൗളിൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഈ ഒരു പിസ്തയുടെ ഗനാഷ് ഒഴിച്ചു കൊടുക്കാം. ഇത് നോർമൽ വൈറ്റ് ചോക്ലേറ്റ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2:1 റേഷ്യോയിൽ 30 ഗ്രാം ചോക്ലേറ്റും 15 ഗ്രാം വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്തിട്ടാണ് ചൂടാക്കി എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ ഈ ടൈഗറിൻ്റെ പിസ്ത എലാച്ചിന്ന് കുറച്ച് ഡ്രോപ്സും കൂടിയിട്ട് ആഡ് ചെയ്തിട്ട് ആ ഒരു പിസ്തയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇത്രയും നമുക്ക് ആ ഒരു എടുത്തു വെച്ചിട്ടുള്ള ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്കിൻ്റെ ലെയറിലുള്ള ക്രീം മാത്രമേ എടുത്തിട്ടുള്ളൂ.
അപ്പോൾ ഏകദേശം 1 കപ്പ് ക്രീമാണ് ഞാൻ ടോട്ടലായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് ലെയർ കൊടുക്കേണ്ട ക്രീം മാത്രം എടുത്തിട്ട് ഇതുപോലെ ഗനാഷ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലെയർ ചെയ്യാനായിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പിസ്ത പൊടിച്ചതും അതുപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ്. നിങ്ങൾ കൊടുക്കുന്ന കേക്കിൻ്റെ റേറ്റിനനുസരിച്ചിട്ട് ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. അതുപോലെ ചോക്ലേറ്റ് ചിപ്സിന് വരെ നിങ്ങൾക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തോ ചോക്ലേറ്റ് ഗനാഷോ എന്ത് വേണേലും കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു 1 kg ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഷുഗർ സിറപ്പ് കൊണ്ട് ആ കേക്ക് ഒന്ന് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കേക്കിൻ്റെ റേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഫില്ലിങ്സ് ഒക്കെ മാറ്റാമെന്ന്. അങ്ങനെ വരുമ്പോഴത്തേന് നിങ്ങൾ റേറ്റ് കൂടിയിട്ടാണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് വെച്ചിട്ടും കേക്ക് വെറ്റ് ചെയ്ത് കൊടുക്കാം. മിൽക്കും കണ്ടൻസ് മിൽക്കും അതുപോലെ എലാച്ചിയുടെ ആ ഒരു മിക്സും കൂടി ചേർത്തിട്ട് ആ ഒരു ഫ്ലേവറിലാക്കിയിട്ട് നിങ്ങൾക്ക് അത് വെച്ചിട്ടും കേക്ക് വെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി ഫസ്റ്റ് ലെയറിൽ ആ ഒരു ക്രീം നമ്മൾ ഗനാഷൊക്കെ ചേർത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ്. അപ്പോൾ കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിലേക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള പിസ്ത ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സും കൂടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേന് അതെല്ലാം കൂടി ഇളകി വരും. ജസ്റ്റ് അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ചിട്ട് ഇതുപോലെ ആദ്യം ചെയ്ത രീതിയിൽ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യണം. അതിനുശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ പിസ്ത പൊടിച്ചതും ചോക്ലേറ്റ് ചിപ്സും ഒക്കെ ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാം. ഇനി ഞാൻ മൂന്നാമത്തെ ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ തന്നെ ഷുഗർ സിറപ്പ് കൊണ്ടിട്ട് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ കേക്ക് നല്ലതുപോലെ ക്രം കോട്ട് ചെയ്തെടുക്കണം. ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഞാനൊരു ഏകദേശം 30 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കേക്കൊക്കെ ഞാൻ നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുത്തിട്ട് ഫിനിഷിംഗ് വർക്ക് ചെയ്യാം. ഈ ഒരു ടൈം കൊണ്ട് ഫിനിഷിംഗ് വർക്ക് ചെയ്യാനുള്ള ക്രീം റെഡിയാക്കണം. അപ്പം ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് 2 കളർ കോമ്പിനേഷനിലാണ്. ഒരു പിസ്ത ഗ്രീനും അതുപോലെ തന്നെ റോസ് പിങ്ക്, ഈ 2 ഷെയ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറച്ച് ക്രീമിലേക്ക് ഞാൻ ആ ഒരു ടൈഗറിൻ്റെ പിസ്ത എലാച്ചിന്ന് കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കളർ ചെയ്യാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ജെൽ കളേഴ്സ് യൂസ് ചെയ്താലും മതി. ഞാനപ്പോൾ ഒരു പിസ്തയുടെ ഫ്ലേവർ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് കളറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഡാർക്ക് കളറല്ല ചെയ്യുന്നത്, ഒരു പേസ്റ്റൽ ഷെയ്ഡായിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ക്രീം വെച്ചിട്ട് കേക്ക് കവർ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേക്ക് ഫിനിഷ് ചെയ്യുന്നത്. ആദ്യം മേളിലേക്ക് കുറച്ച് ക്രീം ഇട്ട് അത് നല്ലോണം സ്പ്രെഡ് ചെയ്തതിന് ശേഷം സൈഡിൽ ക്രീം കൊടുക്കും. അപ്പോൾ കോട്ടിങ് കൊടുക്കുന്ന സമയം അത്യാവശ്യം ഇത്തിരി തിക്കായിട്ട് തന്നെ ക്രീം കൊടുക്കും. അത് കഴിഞ്ഞ് സ്ക്രാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ മാറ്റാവുന്നതാണ്. അപ്പം ഇങ്ങനെ തന്നെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മേളിൽ കുറച്ച് ക്രീം എക്സസ് ആയിട്ട് നിൽപ്പുണ്ട്. പിന്നെ സൈഡിലൊക്കെ കുറച്ച് ബ്ലാങ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ ഞാൻ വീണ്ടും ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മേളിലോട്ട് എക്സസ് ആയിട്ട് നിന്ന് ക്രീമിനെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ സ്ക്രാപ്പറാണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ എല്ലാ കേക്കും ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ല ഷാർപ്പ് എഡ്ജിൽ നമുക്ക് കേക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലത്തെ ടൂളില്ലാന്ന് വെച്ച് വിഷമിക്കേണ്ട. നിങ്ങൾ സാധാരണ കയ്യിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ഷീറ്റ്, കുറച്ച് കട്ടി വേണമെന്നേ ഉള്ളൂ. കട്ടിയും വേണം, അതുപോലെ നമുക്ക് ഫ്ലെക്സിബിൾ ആക്കാനും പറ്റണം. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിസിറ്റിംഗ് കാർഡോ നമ്മൾ ചീട്ടൊക്കെ കളിക്കുന്ന ചീട്ട് വെച്ചിട്ടോ ഒക്കെ നമുക്കിതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കേക്ക് ഞാൻ ഇങ്ങനെ നല്ലതായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. മേളിൽ എക്സസ് ആയിട്ടുള്ള ആ ഒരു ക്രീം അങ്ങനെ തന്നെ റിമെയിൻ ചെയ്തിട്ടുണ്ട്.
കാരണം ഒരു അൺഈവനായിട്ടുള്ള ഒരു എഡ്ജ് പോലെയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ കുറച്ച് വൈറ്റ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ റോസ് പിങ്കിലെന്ന് 2 ഡ്രോപ്പ് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഷെയ്ഡ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയതിന് ശേഷം ഇതുപോലെ കേക്കിൻ്റെ ഏറ്റവും താഴെ ഒരു ബോർഡർ പോലെ വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ സ്പാച്ചിലയുടെ ആ ഒരു എൻഡ് പോർഷൻ വെച്ചിട്ട് ഒന്ന് വലിച്ച് താഴേന്ന് മേളിലേക്ക് ഒന്ന് വലിച്ചിങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ സ്പാച്ചില ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ വലിയ സ്പാച്ചിലയുടെ ഒരു എൻഡ് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ടും ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ കേക്ക് ഒന്നും കൂടി ഭംഗിയാവും. അപ്പോൾ ഡിസൈൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോർഡിലൊക്കെ പറ്റിയിരിക്കുന്ന എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ അതേ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ച് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു കലണ്ടർ തീമിലാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കിനി ഒരു കലണ്ടർ ചെയ്തെടുക്കണം. അതിനായിട്ട് വൈറ്റ് കളറിലുള്ള ഫോണ്ടൻറ്റ് ഞാൻ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കോൺഫ്ലോർ മാത്രമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആ ഒരു കലണ്ടറിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ എഴുതുന്ന ആ ഒരു നമ്പേഴ്സ് എത്ര വലുപ്പത്തിനാണോ അതിനനുസരിച്ചിട്ടുള്ള സൈസിന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ വെക്കാനുള്ള സൈസിന് അനുസരിച്ചിട്ട് വേണം കലണ്ടർ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനുശേഷം ഞാൻ ആ ഒരു ഡേയ്സും ഇതൊക്കെ മാർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഇങ്ങനെ സ്കെയിൽ വെച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ ഏറ്റവും മേളത്തെ പോർഷനിൽ ഞാനൊരു പിങ്ക് ഷെയ്ഡ് ഫോണ്ടൻറ്റ് ഇതുപോലെ നീളത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിൽ എഴുതുന്നത് നമ്മുടെ ജെൽ കളറും ബ്രഷും യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഓൾറെഡി അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയാവും. അപ്പോൾ കലണ്ടറൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് സെപ്റ്റംബർ 1 ഓർഡർ ആയതുകൊണ്ട് തന്നെ ആ ഒരു സെപ്റ്റംബർ 1 എന്നുള്ള ആ ഒരു വെനസ്ഡേ വരുന്നിടത്ത് ഞാനൊരു ഹാർട്ടിൻ്റെ സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഓരോ ഐറ്റംസും നമുക്കിത് ഇതുപോലെ ഒന്ന് കേക്കിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ വൈറ്റ് കളർ ജിപ്സം ഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു സൈഡിലായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ എടുക്കുമ്പോഴത്തേന് നന്നായിട്ട് കഴുകി ഡ്രൈ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതുപോലെ ഗോൾഡൻ ബോൾസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റിയും തിരിച്ചിട്ടൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നല്ല ലൈറ്റ് ഷെയ്ഡിൽ ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. ഇതേ രീതിയിൽ തന്നെ അന്നത്തെ ദിവസം ഞാൻ വേറൊരു കേക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പൈനാപ്പിൾ ഫ്ലേവറിലുള്ള ഒരു കേക്കായിരുന്നു. അപ്പോൾ ഇതിൽ ശരിക്കും കുറച്ചുകൂടെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. താഴെ ബോർഡറിൻ്റെ ഭാഗത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല. വളരെ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.